നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നമുക്ക് എന്താണ് 60,000 മുകളിൽ കയ്യിൽ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റാണ് പറയുന്നത്. അതുകൂടാതെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഏകദേശം 250 മുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ഇനിയും കൂടാനും സാധ്യതയുണ്ട്. അപ്പം വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട. നിങ്ങളിതിലേക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. ഇവിടെ കാണാം ഗെയിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിവിടെ കാണാം ഈ പറയുന്ന ഫേക്ക് അപ്പോയിൻമെൻറ്റ് ഇമെയിലും അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വരാതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം അതിവിടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ info@jobseekers. എന്ന് പറയുന്ന ഈ മെയിൽ നിന്നൊക്കെ നമുക്ക് ഈ ID എന്നൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫേക്ക് വെബ്സൈറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇതിൽ ഇവരുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കുക. നിങ്ങൾ അതിലൊന്നും കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇത് തരാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരും അറിയട്ടെ. ഇത്തരം റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും അറിയാതെ പോകരുത്. ഇപ്പോൾ നമ്മളടുത്ത് നബാർഡിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടൈംലി നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരോടാണ് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി GOC വിജിലാൻഡ്. ഇതിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലേറ്റസ്റ്റ് ജോബ്സ്, അഡ്മിറ്റ് കാർഡ്, റിസൾട്ട് ഇതൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കാണാം. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ഹോം പേജിൽ കയറിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം. വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഹോമിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ വരുന്നത്. നമ്മൾ ഹോം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോമാണ്. ഹോമിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് വ്യൂസ് ഉള്ളതാണ് ഇവിടെ കാണിക്കുക. അത് ഓർഡർ ആയിട്ട് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോസ് ഉള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ആ വീഡിയോസ് ഉള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ, ഇന്നലെ ചെയ്ത വീഡിയോ. ഇത് ഇന്നലെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ടൈം ഏറ്റവും ലാസ്റ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് മുൻപ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഓർഡറിലാണ് ഇവിടെ കാണുക. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഏതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നിശ്ചയ ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എടുത്ത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. മീൻസ് നിങ്ങൾക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്പ്, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ GOC വിജിലാൻഡ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മൾ PYQസും കാര്യങ്ങളൊക്കെ വെച്ച് ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യും. കറണ്ട് അഫെയർ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കൊടുക്കുക. നമ്മുടെ ആപ്പിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ ഒരുപാട് എഫർട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്പിൾ ഐഫോണൊക്കെ ആണെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് കയറിയിട്ട് എന്ത് ചെയ്യാം, അപ്പം നിലവിൽ വന്നിരിക്കുന്ന കോഴ്സും അതുപോലെ നിലവിൽ വന്നിരിക്കുന്ന ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് ഇടുന്നത്. നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഷെയർ നമ്മളിപ്പോഴും കൊടുക്കണം. പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പേയ്മെൻറ്റ് ഇടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ വിളിച്ചിരിക്കുന്നത് 2 ഗ്രേഡാണ്, E1 ആൻഡ് E2 ഗ്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. പെർമനൻറ്റ് പോസ്റ്റാണ് എല്ലാം. ഇവിടെ കാണാം സീനിയർ എഞ്ചിനീയർ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 6 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ ജനറൽ 3, EWS 1, OBC NCL 1, SC 1. പക്ഷേ ST കാൻഡിഡേറ്റ്സിന് ഇവിടെ വേക്കൻസി ഇല്ല. ഇത് കോമൺ ആയിട്ട് പറയുകയാണ്, എല്ലാത്തിലും ഞാൻ ഇത് പറയില്ല. ഈ ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ SC കാൻഡിഡേറ്റ്സ് OBC EWSനൊന്നും നിങ്ങൾക്ക് വേക്കൻസി ഇല്ലയെന്ന് വിചാരിക്കുക, റിസർവ് വേക്കൻസി ഇല്ലയെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ജനറൽ വേക്കൻസി കണ്ടാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറയുന്ന റിസർവേഷൻ ലഭിക്കില്ല എന്നുള്ളൂ. ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OBCക്ക് വേക്കൻസി ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ STക്ക് വേക്കൻസി ഇല്ലായിരിക്കുക. അപ്പോൾ അവർ വിചാരിക്കരുത് നമ്മൾ ഇതിലേക്ക് എലിജിബിൾ അല്ലാന്ന് വിചാരിക്കരുത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ജനറൽ വേക്കൻസി ഉണ്ടോ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ റിസർവ് വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുള്ളതാണ്. റിസർവേഷനും റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതാണ് കേട്ടോ. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആവുന്നത് ഏതൊക്കെ
കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ABC എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ടേബിളിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത സീനിയർ എഞ്ചിനീയർ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബോയിലർ ഓപ്പറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ്. ഇതിലേക്ക് 3 വേക്കൻസിയാണ്. ജനറൽ 2 വേക്കൻസി ഉണ്ട്, OBCക്കാണ് 1 വേക്കൻസി, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി സീനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ് 30 വേക്കൻസി നമുക്കിതിലുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് വേക്കൻസി ഇവിടെ നോക്കാവുന്നതാണ്. ഇതിനടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്കെയിലും ഇവിടെ കാണാം കേട്ടോ, E2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ് 6 വേക്കൻസിയാണുള്ളത്. അടുത്ത് നിങ്ങൾക്ക് സീനിയർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് 1 വേക്കൻസി ഉള്ളത്. ആ 1 വേക്കൻസി ജനറൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യാം അതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള വേക്കൻസി ഒന്നാവില്ല, ചിലപ്പം വേക്കൻസി കൂടാൻ, ചിലപ്പം വേക്കൻസി കുറയാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. നിങ്ങളതൊന്നും നോക്കേണ്ട. 1 വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ ആ 1 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പറല്ല. ഇങ്ങനെ നമ്മുടെ ഗവൺമെൻറ് അപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ അതിനൊക്കെ ഏജ് ലിമിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഉള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്കൊക്കെ അപേക്ഷ ഫീസ് വളരെ കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ. അതിപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സീനിയർ എഞ്ചിനീയർ കെമിക്കൽ ഉണ്ട്, 36 വേക്കൻസി അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് സീനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് ഗെയിൽടെൽ എന്ന് പറയും, അതായത് TG or TM ടെലികോം ഓർ ടെലിമെട്രി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 5 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ദെൻ അടുത്ത സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് 20 വേക്കൻസി ഉണ്ട്. സീനിയർ ഓഫീസർ CNPയിലേക്ക് 22 വേക്കൻസി ഉണ്ട്. ദെൻ സീനിയർ എഞ്ചിനീയർ സിവിലിൽ നിങ്ങൾക്ക് 11 വേക്കൻസി ഉണ്ട്. സീനിയർ ഓഫീസർ മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾക്ക് 22 വേക്കൻസി ഉണ്ട്. സീനിയർ ഓഫീസർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് നിങ്ങൾക്ക് 36 വേക്കൻസി ഉണ്ട്. ദെൻ സീനിയർ ഓഫീസർ HR നിങ്ങൾക്ക് 23 വേക്കൻസി ഉണ്ട്. സീനിയർ ഓഫീസർ ലോ വിളിച്ചിട്ടുണ്ട്, 2 വേക്കൻസി ഉണ്ട്. അതിലൊരു വേക്കൻസി ജനറൽ ഉണ്ട്, ആർക്ക് അപ്ലൈ ചെയ്യാം. ഇനി സീനിയർ ഓഫീസർ മെഡിക്കൽ സർവീസ് ആണ്. ഇതിലേക്ക് ഈ പറയുന്ന കാറ്റഗറിക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ, SC കാൻഡിഡേറ്റ്സിന്. അപ്പോൾ SC കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് MBBS ഒക്കെ വേണം, അങ്ങനെയുള്ളവരാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്ത് സീനിയർ ഓഫീസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, 4 വേക്കൻസി ഉണ്ട്. ജനറൽ വേക്കൻസി ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിന് ഓഫീസർ ലബോറട്ടറി ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് 16 വേക്കൻസി ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഓഫീസർ സെക്യൂരിറ്റിയിൽ 4 വേക്കൻസി ഉണ്ട്. അതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, റിസർവ് വേക്കൻസി ഉണ്ട്, OBCക്ക് ഇതിനൊക്കെ വേക്കൻസി ഉണ്ട്. ദെൻ അടുത്തത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, 13 വേക്കൻസിയാണ്. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 261 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. വേക്കൻസിയുടെ എണ്ണം ഒരിക്കലും നോക്കരുത്, വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം PWD കാൻഡിഡേറ്റ്സിന് 18 വേക്കൻസീസ് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് കേട്ടോ. 260 വേക്കൻസിയിൽ 18 വേക്കൻസീസ് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന്. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയത് കാറ്റഗറി വൈസ്, കാറ്റഗറി ABCDE എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ആണ് അത് നോക്കേണ്ടത്. A എന്ന് പറയുന്ന ഏത് കാറ്റഗറിയാണ്, അപ്പോൾ അതിനിവിടെ എത്ര വേക്കൻസി ഉണ്ട്, ഏതിനൊക്കെയാണ് സ്യൂട്ടബിൾ, ഏതൊരു പോസ്റ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് അവർ നോക്കേണ്ടത്. ഇവിടെ നിങ്ങളെ കാറ്റഗറി നോക്കുക, അതിനനുസരിച്ചിട്ട് ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. അപ്പം അതിൽ എന്താണ് B എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, LV എന്ന് പറഞ്ഞാൽ ലോ വിഷൻ, അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനും എന്താണ് എക്സ്പ്ലനേഷൻ കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ കാണാം BLV എന്നൊക്കെ കൊടുത്തില്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരു എക്സ്പാൻഡ് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കൂടെ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. B എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്, PWD അതിൻ്റെ എക്സ്പാൻഷനാണ് ഈ പറയുന്ന പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഇത് ഇവിടെ കൊടുക്കുന്നെങ്കിൽ ജസ്റ്റ് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മിനിമം എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. നിങ്ങളിവിടെ എസെൻഷ്യൽ എക്സ്പീരിയൻസ്, എല്ലാ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ ചോദിക്കുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരും, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് വേറൊരു കാര്യം വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവൻ കണ്ടോളൂ. എക്സ്പീരിയൻസ് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറയാത്തത്. കാരണം അങ്ങനെ കുറേ ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന വീഡിയോയുടെ ജസ്റ്റ് ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കി വേഗം അങ്ങോട്ട് പോകും, പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കില്ല. ഞാൻ ഈ ഒരു കാര്യങ്ങൾ എന്താണ് പേജ് വൈസ് ആയിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് സീക്ക് ചെയ്ത് കാണുകയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നോക്കിക്കോളൂ. ഇതിന് എക്സ്പീരിയൻസിന് പകരമായിട്ട് നമുക്കൊരു കാര്യം വെച്ച് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യം ഞാൻ പറയാട്ടോ. അപ്പോൾ ഇതിൻ്റെ മിനിമം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം. സീനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ ഞാൻ എല്ലാത്തിനും പറയുന്നില്ല കേട്ടോ. 60,000 മുതൽ 1,80,000 ആണ് ഈ പറയുന്ന E2 വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ബേസിക് പേ നമുക്ക് സ്റ്റാർട്ടിങ് 60,000 രൂപ കിട്ടും കയ്യിൽ. അത് മാത്രമല്ല ഉണ്ടാകുക, അതിനനുസരിച്ച് അതിൻ്റെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ പാടെ നമുക്ക് 80,000 90,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് വാങ്ങുന്ന രീതിയിൽ മേടിച്ചെടുക്കാം. 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 28 ഏജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC NCയിലാണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും.
എക്സ് സർവീസ്മാൻ ആണെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആ ഒരു റൂൾ പ്രകാരമുള്ള നിശ്ചിതമായിട്ടുള്ള ഏജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാനത് ലാസ്റ്റ് പറയട്ടെ ഏജിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതാ BE ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech. ഓക്കെ, ഇത് മാത്രമല്ല അതല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അപ്പം പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകേണ്ട, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളെല്ലാം ചെയ്യാറ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു ഉറപ്പിക്കുക, അല്ല നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾ ഇരുന്ന് വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ഈ പറയുന്ന BSc എഞ്ചിനീയറിംഗ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ ഡിസിപ്ലിനെ വ്യക്തമായിട്ട് കൊടുക്കുന്നത് കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് പവർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോള്, മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലേക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65% മാർക്ക് നിർബന്ധമാണ്. 65% മാർക്കോട് നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് പകരമായിട്ട് വെക്കാവുന്നൊരു സാധനമുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വിത്ത് എവിഡൻസോടെ കൂടിയാണ്, ഞാൻ വെറുതെ പറയുന്നില്ല, അവർ പറയുന്നതാണ്, അത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് തന്നെ വേണമെന്നില്ല, അതായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത് ഇവിടെ കാണാം സീനിയർ എഞ്ചിനീയർ ബോയിലർ ഓപ്പറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ്. ഇതിൻ്റെ സ്കെയിലൊക്കെ ഇവിടെ കാണാം, 28 ഇതിൻ്റെയും ഏജ് ലിമിറ്റ്. അപ്പോൾ ഏജ് റിലാക്സേഷൻ SC/ST OBCക്ക് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ 28 വയസ്സിലേക്ക് OBC ആണെങ്കിൽ OBCക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. PWDക്ക് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, എക്സ് സർവീസ്മാനും ഉണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് BEയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ബോയിലർ ഓപ്പറേഷൻ എഞ്ചിനീയറിംഗിലുള്ള പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റും കൂടെ വേണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന രണ്ടാമത്തെ സീരിയൽ നമ്പർ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സ്പീരിയൻസ് മാത്രം പോരാ, അവർക്ക് ഈ പറയുന്ന എന്ത് വേണം, ഈ പറയുന്ന ബോയിലർ ഓപ്പറേഷൻ എഞ്ചിനീയറിംഗിലുള്ള പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റും കൂടെ വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. വിത്ത് നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് 60% മാർക്കിൽ വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് റിലാക്സേഷൻ ഉണ്ട്, അതാണ് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം അടുത്തത് സീനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 65% മാർക്കോട് നിങ്ങൾക്ക് BEയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് 1 വർഷം വേണം, അത് ഞാൻ പറയാം. നമുക്ക് റിലാക്സേഷൻ്റെ എല്ലാത്തിനും ഞാൻ പറയുന്നില്ല കേട്ടോ, എക്സ്പീരിയൻസ് ലാസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്തത് ഇവിടെ കാണാം സീനിയർ എഞ്ചിനീയർ തന്നെ ഇലക്ട്രിക്കലാണ്, 28 ഏജ് ലിമിറ്റ്. എല്ലാത്തിലും ഏജ് റിലാക്സേഷൻ ഉണ്ട്, നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇനി ഇവിടെ കാണാം ഈ പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് പവർ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് പവർ തുടങ്ങിയിട്ടുള്ള ഇതിലേതെങ്കിലും നിങ്ങൾ ഈ ഡിസിപ്ലിനിൽ BEയോ BTechോ BSc എഞ്ചിനീയറിംഗ് 65% മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്കൂടെ കാണാം ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷനാണ്, 28 ഏജ് ലിമിറ്റ് എല്ലാത്തിനും വരുന്നതിനൊക്കെ ചില പോസ്റ്റിന് മാറ്റം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 65% മാർക്കോടുകൂടി ഇതിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലേക്ക് BEയോ അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്കൂടെ കാണാം കെമിക്കലാണ്, കെമിക്കലിലേക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്, സീനിയർ എഞ്ചിനീയർ എന്നാണ് അതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി ആൻഡ് പോളിമർ സയൻസ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BEയോ BTechോ അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 65% മാർക്കോട് പാസ് ഔട്ട് ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത സീനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ടെലിമെട്രിയാണ്, TCM/TMലേക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ,
ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 65% മാർക്കോട് ബി ഓർ ബി ടെക് അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി ആണ്, 28 ഇതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫയർ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള ഈ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് മതി ഇതിൽ. അപ്പോൾ ഈ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ മാർക്കിലൊക്കെ ഇളവുണ്ട്, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇതിൽ 60% തന്നെ വേണ്ട. SC/STക്ക് റിലാക്സേഷൻ ഉണ്ട്, PWDക്കും 60%. ഈ പറയുന്ന മാർക്കിൽ 65 വേണം 60 വേണമെന്ന് പറയില്ല, അതിൽ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഫയറിലോ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള BE ഓർ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് പാസ് ഔട്ട് ആണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ മുൻഗണന ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലോ ഒക്കെ ഉള്ള ഒരു ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. നമുക്കിത് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിപ്ലോമ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊക്കെ വെറുതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്, നമുക്ക് ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ. ഇനി അടുത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം സീനിയർ ഓഫീസർ CNPയിലേക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെറ്റലർജി അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇതിലേതെങ്കിലും 65% മാർക്കോടുകൂടി നിങ്ങൾക്ക് എന്താണ് BE ഓർ BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോമ്പിനേഷനിൽ വേറെ രീതിയിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവരും ഇവർ പരിഗണിക്കുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കോമ്പിനേഷനിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിനടുത്ത് സിവിലാണ്. സിവിലിൽ നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് സീനിയർ എഞ്ചിനീയർ. ഇതിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BE ഓർ BTech അല്ലെങ്കിൽ BSc കഴിഞ്ഞവരാണെങ്കിൽ 65% മാർക്കോട് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ആണ് സീനിയർ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് 28 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഡിഗ്രിയാണ്, എഞ്ചിനീയറിംഗ് ഡിഗ്രി. ഓക്കെ, അത് ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല. 65% മാർക്കോട് കൂടി നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അതായത് ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അതായത് BE ഓ BTech ഓ BSc എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് എനി ഡിസിപ്ലിനിൽ നിങ്ങൾ 65% മാർക്കോടി പാസ്സായിരിക്കുക. പ്ലസ് അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് MBA വേണം എന്നുള്ളതാണ്. 2 വർഷം ഡ്യൂറേഷനുള്ള MBA വേണം. അത് സ്പെഷ്യലൈസേഷൻ MBA എവിടെ ആയിരിക്കണം എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിലോ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എനർജിയിലോ അല്ലെങ്കിൽ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷനോട് കൂടി 2 വർഷം ഡ്യൂറേഷനുള്ള MBA ഉണ്ടായിരിക്കണം. അത് 65% മാർക്കും വേണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷനോട് കൂടി 65% മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതിൻ്റെയൊക്കെ ഞാൻ എക്സ്പീരിയൻസ് പറയാനായിട്ട് ലാസ്റ്റ് പറയാൻ വെച്ചിട്ടാണ് കോമൺ ആയിട്ട്. അടുത്തവിടെ കാണാം സീനിയർ ഓഫീസർ F&A നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് CA അല്ലെങ്കിൽ CMA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BCom വിത്ത് 60% മാർക്കോടുകൂടി BCom കഴിയുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന 2 വർഷം ഡ്യൂറേഷനുള്ള MBA ഫൈനാൻസിലുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി 2 വർഷം ഡ്യൂറേഷനുള്ള MBA 65% മാർക്കോടുകൂടി പാസ് ഔട്ട് ആയ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വെറും BCom മാത്രം പോരാ, BCom 60% പ്ലസ് നമുക്ക് എന്ത് വേണം ഈ പറയുന്ന ഫൈനാൻസിലുള്ള MBA 2 വർഷം ഡ്യൂറേഷനുള്ള 65% മാർക്കോട് പാസ് ഔട്ട് ആയിരിക്കണം. ഇനി അടുത്തവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഗ്രാജുവേഷൻ അതായത് BA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BA ജനറൽ കഴിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഓണേഴ്സ് ഇൻ എക്കണോമിക്സ് ആണ് പറയുന്നത്. ജസ്റ്റ് ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കണം എക്കണോമിക്സ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 60% മാർക്ക് വേണം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സ്പെഷ്യലൈസേഷനോട് കൂടി 2 വർഷം ഡ്യൂറേഷനുള്ള MBA എടുത്തിരിക്കണം എന്നുള്ളതാണ്. 65% മാർക്ക് MBAയിലും വേണം. ഇനി അതും അല്ലെങ്കിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട് ഗ്രാജുവേഷൻ അതായത് BA ഓർ BSc വിത്ത് ഓണേഴ്സ് ഇൻ മാത്സ് ആണ് പറയുന്നത്. മാത്സിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓണേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് BA ഓർ BSc എന്നാണ് പറയുന്നത്. 60% മാർക്കോടി പ്ലസ് നിങ്ങൾക്ക് MBA ഈ പറയുന്ന ഫൈനാൻസിലുള്ള സ്പെഷ്യലൈസേഷനോടുകൂടി 65% മാർക്കോടി പാസ് ഔട്ട് ആയിരിക്കണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ വിത്ത് ഓണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്പെഷ്യലൈസേഷനോട് കൂടി MBA കഴിഞ്ഞിരിക്കണം. 65% അതിലും മാർക്ക് വേണം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം പറയുന്നത് BA ഓർ BTech ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BA ഓർ BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം ഈ പറയുന്ന ഫൈനാൻഷ്യൽ സ്പെഷ്യലൈസേഷനോട് കൂടി MBA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. MBAയിൽ 65% മാർക്കും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിന് പ്രധാനമായിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഒത്തിണങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഓക്കെ. ഇനി അടുത്ത് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ കാണാൻ സീനിയർ ഓഫീസർ HR ആണ്, 28 ഇതിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദം പ്ലസ് നിങ്ങൾക്ക് അതിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള MBA അതല്ലെങ്കിൽ MSW. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക 60% മാർക്കോട് കൂടി. പ്ലസ് ഒന്നെങ്കിൽ ആ ഗ്രാജുവേഷൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ MBA വേണം. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, MSW വേണം. അതിൽ സ്പെഷ്യലൈസേഷൻ നമ്മൾ പറയുന്നത് എന്തായിരിക്കണം എന്ന് വെച്ചാൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലോ ആയിരിക്കണം. ഓക്കെ. അത് MBA ആണെങ്കിലും MSW ആണെങ്കിലും നമ്മൾ സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നത് ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ അതല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലോ ഉള്ള സ്പെഷ്യലൈസേഷനോടുകൂടി MBA അല്ലെങ്കിൽ MSW നമ്മൾ 65% മാർക്കോട് പാസ് ഔട്ട് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതുമല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി 60% മാർക്കോട് ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള PG അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഉണ്ടായിരിക്കുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 ഇയർ ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമ അത് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ 65% മാർക്കോട് പാസ് ഔട്ടായി അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 60% മാർക്കോട് പാസ് ഔട്ട് ആയിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കൂടെ തന്നെ PG നമുക്ക് അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം PG ഇല്ലാതെ ജസ്റ്റ് എന്താണ് ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന 2 വർഷം ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. PG ഡിപ്ലോമ ആകണേ. ഓക്കെ. 65% മാർക്ക് വേണം. ഇനി അടുത്ത നിങ്ങളുടെ കാണാം പോസ്റ്റ് ലോ ആണ്, സീനിയർ ഓഫീസർ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം 60% മാർക്കോട് കൂടി ബിരുദം ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 ഇയർ ഡ്യൂറേഷനുള്ള LLB 60% മാർക്കോട് പാസ് ഔട്ട് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതായത് 5 വർഷം നമുക്ക് ഡിഗ്രി വിത്ത് ഈ പറയുന്ന നിയമത്തിലുള്ള ബിരുദം എന്നുള്ള ലെവലിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് 60% മാർക്ക് ഉണ്ടായാൽ മതി. അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ, LLB കഴിഞ്ഞവർക്ക്. ഇനി അടുത്ത് നിങ്ങളുടെ കാണാം പോസ്റ്റ് സീനിയർ ഓഫീസർ മെഡിക്കൽ ആണ്. ഇതിലേക്ക് MBBS കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 32 ഏജ് ലിമിറ്റ് മാക്സിമം. ഇനി അടുത്തത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കോർപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അതായത് സീനിയർ ഓഫീസർ 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം നിങ്ങൾക്ക് 60% മാർക്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. പ്ലസ് എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമയോ ഉണ്ടായിരിക്കുക. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിലും ഈ പറയുന്ന PG ഡിപ്ലോമയാണെങ്കിലും നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ മേഖല ആയിരിക്കണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജേർണലിസം. ഈ പറഞ്ഞതിൽ 65% മാർക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അതായത് PG ഉണ്ടായിരിക്കുക അതല്ലെങ്കിൽ PG ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതിനടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാം ഓഫീസർ ലബോറട്ടറി ആണ്. 32 ഏജ് ലിമിറ്റ് മാക്സിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. അതോടൊപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. അപ്പോൾ MSc കെമിസ്ട്രി കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് സെക്യൂരിറ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 45 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് മിനിമം 3 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള അതായത് ജസ്റ്റ് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിലേക്ക് മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പറയുന്ന ഓഫീസർ ലബോറട്ടറിയിലേക്കും 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ 1 ഇയർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് 3 ഇയർ എക്സ്പീരിയൻസ് വരുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഈ രണ്ടെണ്ണത്തിന് 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. എക്സ്പീരിയൻസിന് ഞാൻ കോമൺ ആയിട്ട് പറയാം. ഇനി അടുത്തത് പോസ്റ്റ് ഇവിടെ കാണാം ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഓഫീസർ. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഹിന്ദി ലിറ്ററേച്ചറിലോ PG ഉണ്ടായിരിക്കുക 60% മാർക്കോടുകൂടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് അവർ മീൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് BA or BTech പ്ലസ് MA or MTech എന്നുള്ള ലെവലിൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി ഇത് ഞാൻ പറഞ്ഞു ഇതിലേക്ക് എക്സ്പീരിയൻസിന് പകരം നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പീരിയൻസിന് പകരം അത് പരിഗണിക്കുമെന്ന് പറയുന്നു.
അത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ പറയുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വർഷമാണല്ലോ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാം. നമുക്ക് വേറെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കത് ധൈര്യമായിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം എന്ന് അവർ പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ പോസ്റ്റിലേക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുമെന്ന് ഗെയിലിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എപ്പോഴും അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അധികം ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാത്തവരുണ്ട്, ചെയ്തോട്ടോ വെച്ചിട്ടാണ് പലരും. പക്ഷേ അത് അവഗണിക്കാറുണ്ട്. കാരണം എന്തിനാണ് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുന്നത്, നമുക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്. കാരണം നമുക്ക് ഇത്തരം ഇൻഡസ്ട്രീസിലൊക്കെ നമുക്കൊരു എൻട്രി കിട്ടുക എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഫ്രഷേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് അതിനൊക്കെ ഒരുപാട് നമ്മൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എക്സാമൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു എൻട്രി കിട്ടുള്ളൂ. ഈവൻ നമ്മൾ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ തന്നെ നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് യാതൊരുവിധ എക്സാമും ഇല്ലാതെ നിങ്ങളെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത് ഈസിലി നമുക്ക് കയറാൻ പറ്റുന്ന ഒരു വേ ആണ് നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. അതൊരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ആണെങ്കിൽ കൂടിയും അത് നമുക്ക് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് റിലവൻ്റ് ആയിട്ടുള്ള റിലവൻ്റ് ഓർഗനൈസേഷനിൽ, ഗവൺമെൻറ് ഓർഗനൈസേഷനിലോ, ഇനി വലിയ ലാർജ് പ്രൈവറ്റ് സെക്ടർ, അതായത് ടേൺ ഓവർ 250 crore ഒക്കെ ടേൺ ഓവറിലുള്ള ഇയർലി ടേൺ ഓവറിലുള്ള കമ്പനിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ ഓട്ടോണോമസ് സ്ഥാപനങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് കൂട്ടും, നമ്മുടെ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൂട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വേറൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ റിലാക്സേഷൻ ഞാൻ പറഞ്ഞു. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5% അവർക്ക് എന്തുണ്ടാവും, റിലാക്സേഷൻ ഉണ്ടാവും മാർക്കിൽ. പക്ഷേ അത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അതായത് SC ST ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ 65% ചോദിക്കുന്ന ആ ഒരു 65% മാർക്ക് വേണമെന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് അവർക്ക് 60% മാർക്ക് മതി, SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 65% മാർക്കിലോടുത്ത് 60% മതി. ഇനി 60% മാർക്കിലോടുത്ത് അവർക്ക് 85% മാർക്ക് മതി. കാരണം 5% അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇനി അവർ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന റിലാക്സേഷൻ ലഭിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക, നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, 64.99 എന്നുള്ളത് നമുക്ക് ഒരിക്കലും 65 ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ ഫിഗർ കംപ്ലീറ്റ് നമ്മൾ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ 65 എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് 64% തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWDയിൽ തന്നെ ജനറൽ ആണെങ്കിൽ 10, PWD OBC ആണെങ്കിൽ 13, SC ST ആണെങ്കിൽ 15. ഇങ്ങനെയാണ് റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് റെഡിയാക്കേണ്ടത്. SC ST ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWD ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊബേഷൻ ഉണ്ടായും, പ്രൊബേഷൻ പീരീഡ് ഒരു വർഷമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു E1 നമുക്ക് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 60,000 ആണ്. E2 E1 ആണെങ്കിൽ 50,000 ആണ്. അപ്പോൾ നമ്മളെ ബേസിക് പേ എന്ന് പറയുന്നത് നിൽക്കണം 150 to 160 വരെ വരുന്നുണ്ട് അതിൻ്റെ മാക്സിമം വരുന്നത്. പിന്നെ ഒട്ടനവധി ബെനിഫിറ്റ്സ്, അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ. പിന്നെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ കേരളത്തിലൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയിൽ വിവിധ മേഖലയിൽ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനിയാണ് ഗെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോജക്റ്റ് ഓഫീസ് ഇവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീ ആണ്. ജനറൽ EWS OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 200 രൂപയാണ്. നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ്, 200 രൂപ ഫീ ഉണ്ട്. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 12/11/2024 മുതൽ, അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം 13, ഇന്ന് നമ്മൾ നവംബർ 13. അപ്പം ഇന്നലെ മുതലാണ് ഇത് ഓപ്പൺ ആയി കിടക്കുന്നത്. 12/11/2024 മുതൽ നിങ്ങൾക്ക് ഡിസംബർ 11 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ട് ഡിസംബർ 11 ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് റീസെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ്സ് കളർ ഫോട്ടോഗ്രാഫ് വേണം. ഡയമെൻഷൻ 3.5 x
5, അതായത് വിഡ്ത്ത് 3.5ഉം ഹൈറ്റ് 4.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ 3.5 ഇൻറ്റു 4.5 തന്നെ ആയിരിക്കണം. 250 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ ജസ്റ്റ് ഈസി ടൂൾസിൽ ഇതാ അവിടെ ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ഈ പറയുന്ന ഫോട്ടോ എഡിറ്ററൊക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേജ് ആയുള്ള രീതിയിലായിരിക്കും അത് അവർ തീരുമാനിക്കും. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക്, അതായത് ഇപ്പം പ്രത്യേകമായിട്ട് ഇവിടെ കുറച്ച് പോസ്റ്റുകളുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, അതായത് നമ്മുടെ കായികക്ഷമത തീരുമാനിക്കുന്നതിനുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതോടൊപ്പം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലും ഈ പറയുന്ന ഇൻ്റർവ്യൂ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളെ കായികക്ഷമത തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. പിന്നെ വരുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് ഹിന്ദി ഇംഗ്ലീഷിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ റിട്ടൺ എക്സാമിനേഷൻ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും, ചിലപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ PYQs കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12/11, ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് December 11 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നമ്മുടെ പേജിലേക്കാണ്, നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക, GeoCL എജുലാൻഡിൻ്റെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഹോം പേജാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും ഈ പേജിലേക്കാണ് വരിക. GeoCL എജുലാൻഡ് ഗൂഗിൾ ചെയ്താലും മതി. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളം യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് GeoCL എജുലാൻഡ് ഗൂഗിൾ ചെയ്താലും ഈ പേജ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിൽ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നബാർഡിൻ്റെ ഒക്കെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യ പോസ്റ്റിൻ്റെ GDSൻ്റെ റിസൾട്ട് 4th ലിസ്റ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഏറ്റവും ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് ഇവിടെ കാണാൻ നിൽക്കും ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ ഇത് ഈ പറയുന്ന പൊസിഷൻ താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കോളത്തിൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ കാണാം വ്യൂ മോർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ വ്യൂ മോർ എന്നുള്ള ബട്ടൺ ഓപ്പൺ ആക്കിയാൽ ജസ്റ്റ് കാണിക്കാം, കാറ്റഗറി വൈസ് ആയിട്ടും കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓരോന്നും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പേജ് ഉണ്ട്, നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജ് അടിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി പഴയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് 20ഓളം പേജ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അടിച്ച് പോലെ ഓരോന്നും കിട്ടും, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ മുകളിൽ തന്നെ ഉണ്ട്, നിങ്ങൾ വീഡിയോ കണ്ട് ഇപ്പോൾ നാളെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിയിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ഇതിന്ന് ഡിസപ്പിയർ ആയിട്ട് ഇവിടെ ഏകദേശം 10 ലിസ്റ്റ് വരുള്ളൂ. 8 9 1 2 3 4 5 6 7 8 9 10 എണ്ണമാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 9 എണ്ണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 9 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ബാക്കി പേജിൽ നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ വ്യൂ മോർ അടിച്ച് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കൊണ്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക്, ആപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക്, ഞാൻ നേരത്തെ കാണിച്ച വെബ്സൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തരണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന ടീമിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാട്സപ്പ് നമ്പറാണ്, ജസ്റ്റ് ഇതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗെയിലിൻ്റെ എന്താണ് ഈ പറയുന്ന ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ഗൂഗിൾ ക്രോം ആണ് കുറച്ചും പാടെ ബെറ്റർ, മൊസില്ലിനെക്കാട്ടൊക്കെ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുക, കുറച്ചും പാടെ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ താഴെ കാണാം നമ്മൾ ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത് ഗെയിലിലെ എംപ്ലോയി ആണോ എന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. നമ്മളിവിടെ നോ കൊടുക്കുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഓക്കെ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ മെയിൽ ID, കൺഫേം മെയിൽ ID, അത് നമ്മൾ എന്ത് ചെയ്യുക, OTP അതിലേക്ക് വരും. ആ സെൻഡ് OTP കൊടുത്ത് നമ്മൾ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൽ സബ്മിറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ രജിസ്ട്രേഷൻ്റെ വീഡിയോ പാടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടും. അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.